സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്നാമത്തത് കോപ്പിറൈറ്റ് ക്ലെയിമും മറ്റൊന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്കുമാണ്. പലർക്കും ഈ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിട്ടുണ്ടാവും. ഈ കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക. രണ്ടും രണ്ടാണ്. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ക്ലെയിം കൊണ്ട് നിങ്ങളുടെ ചാനലിന് വലിയ ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ആണെങ്കിൽ അത് കുറച്ച് പ്രശ്നക്കാരനാണ്. 90 ദിവസത്തിനുള്ളിൽ, അതായത് 90 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മാസം അല്ലേ, ഈ 3 മാസത്തിനുള്ളിൽ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ കാലാവധി 90 ദിവസമാണ്. 90 ദിവസം കഴിഞ്ഞാൽ ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചെയ്യപ്പെട്ട വീഡിയോ നിങ്ങളുടെ ചാനലിൽ നിന്ന് റിമൂവ് ആവും. അപ്പോൾ ആ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൻ്റെ പ്രശ്നം കഴിഞ്ഞു. നേരെ മറിച്ച് നിങ്ങൾ ഈ 90 ദിവസത്തിനുള്ളിൽ 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി കോപ്പിറൈറ്റ് ക്ലെയിം എന്താണെന്ന് നോക്കാം. കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത വീഡിയോയിൽ, നിങ്ങൾ യൂട്യൂബിലിട്ട വീഡിയോയിൽ ഏതെങ്കിലും മ്യൂസിക് നിങ്ങൾ ആഡ് ചെയ്തു, അതിനാണ് മിക്കവാറും ഈ കോപ്പിറൈറ്റ് ക്ലെയിം വരിക. ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വീഡിയോയുടെ റെസ്ട്രിക്ഷൻ എന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ക്ലെയിം എന്ന് കാണും. എന്തിനാണ് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടിയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അപ്പം അതിൽ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ മ്യൂസിക് നിങ്ങൾ മ്യൂട്ട് ചെയ്താൽ ആ കോപ്പിറൈറ്റ് ക്ലെയിം അവസാനിക്കും. അതുപോലെ തന്നെ ആ കോപ്പിറൈറ്റ് ക്ലെയിം വന്ന ആ മ്യൂസിക് നിങ്ങൾ റിമൂവ് ചെയ്താലും നിങ്ങൾക്ക് ആ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലായ്മ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറിയിൽ നിന്ന് ഒരു മ്യൂസിക് എടുത്ത് അതിനെ റീപ്ലേസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുന്ന മ്യൂസിക് തന്നെ ഇടണമെന്ന് എന്താ അത്ര നിർബന്ധം? നിങ്ങൾക്ക് ഇഷ്ടം പോലെ കോപ്പിറൈറ്റ് ക്ലെയിം ഇല്ലാത്ത, കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറിയിൽ നിന്ന് നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ സാധിക്കും. അതായിരിക്കും നിങ്ങളുടെ യൂട്യൂബിന്, നിങ്ങളുടെ ചാനലിന് നല്ലത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കോപ്പിറൈറ്റ് ക്ലെയിം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയില്ല. ആ വീഡിയോക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് വരും. ആ റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓൾറെഡി മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോക്ക് മോണിറ്റൈസേഷൻ ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ മോണിറ്റൈസേഷൻ ചെയ്ത ആ വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയുടെ മൊത്തം റവന്യൂവും ആ വ്യക്തിക്ക് പോകും. ആരാണോ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് ക്ലെയിം തന്നത് ആ വ്യക്തിക്ക് പോകും. അതുപോലെ തന്നെ ചിലപ്പോൾ പാർട്ടായിട്ടായിരിക്കും, ഒരു ഭാഗം നിങ്ങൾക്കും മറുഭാഗം മറ്റവനും ലഭിക്കുന്ന രൂപത്തിലുമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് കോപ്പിറൈറ്റ് ക്ലെയിം വരിക. അപ്പോൾ ഈ കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി കമ്മ്യൂണിറ്റി സ്ട്രൈക്കാണ് വരുന്നതെങ്കിൽ അത് അതിലേറെ ഡേഞ്ചറാണ്. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ചാനൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് പലതരത്തിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ നിങ്ങൾ മൊത്തത്തിൽ വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അത് പല കാര്യങ്ങളും ഉണ്ട്. കുട്ടികളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ന്യൂഡായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ത്രെട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളെ വീഡിയോയിൽ പറയാതിരിക്കുക. ആരെയും നിങ്ങൾ പരിഹസിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സമുദായത്തെ നിങ്ങൾ പരിഹസിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ, വയലേഷൻ, അത്തരം പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ വീഡിയോയിൽ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്.
അപ്പോൾ എത്ര വലിയ കൊമ്പനാണെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഭേദിച്ചു കഴിഞ്ഞാൽ വീഡിയോ റിമൂവ് ചെയ്യപ്പെടും. വീഡിയോ റിമൂവ് ചെയ്യപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആകപ്പെടും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് തുടർന്നുള്ള യൂട്യൂബിലെ തുടർന്നുള്ള ലൈഫിന് നല്ലതാണ്. നിങ്ങളുടെ വീഡിയോക്കും നിങ്ങളുടെ ചാനലിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് കോപ്പിറൈറ്റ് ക്ലെയിമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കൊടുക്കാതിരിക്കുക. നിങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെങ്കിൽ ഇഷ്ടം പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ളത് ഗൂഗിളിൻ്റെ, അതായത് യൂട്യൂബിൻ്റെ തന്നെ ലൈബ്രറിയിൽ കിട്ടും. അതിൽ കാണാം കോപ്പിറൈറ്റ് ഫ്രീ. പക്ഷേ നിങ്ങൾക്ക് ആ മ്യൂസിക് ഒന്നും ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് തേടി പിടിച്ച് അതിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നല്ല വീഡിയോ ചെയ്താലും അതിൽ നിന്നുള്ള റവന്യൂ നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ആരാണോ ഇതിൻ്റെ ആ കണ്ടൻറ്റിൻ്റെ മുതലാളി, കണ്ടൻറ്റിൻ്റെ ഓണർ, അദ്ദേഹം വിചാരിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് മാറ്റി. അപ്പോൾ നിങ്ങൾ ആ ഓണറുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക. വളരെ പൊളൈറ്റായിട്ട് തല്ലുകൂടാൻ പോകരുത്. പൊളൈറ്റായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്താൽ ആ സ്ട്രൈക്ക് ചിലപ്പോൾ അദ്ദേഹം ലിഫ്റ്റ് ചെയ്തേക്കാം. നമുക്കൊന്നും അതിനെപ്പറ്റി കൂടുതലൊന്നും ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ ഉള്ള സാധനം അപ്ലോഡ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഓണർക്ക് ഒരു നോട്ടിഫിക്കേഷൻ യൂട്യൂബ് തന്നെ അയക്കും. ഇതേ നിങ്ങളുടെ വീഡിയോ ഇന്ന ആൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എന്താ വേണ്ടത് ചെയ്തോ എന്നിട്ട്, എന്താ വേണ്ടത് ആക്ഷൻ എന്താ വേണ്ടതിട്ട് എടുത്തോളൂ, കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യണോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ചെയ്യണോ എന്നൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, എന്താ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ അങ്ങ് ചെല്ലും, ഒരു നോട്ടിഫിക്കേഷൻ ചെല്ലും. ഉടനെ തന്നെ അദ്ദേഹം എടുത്ത് നോക്കും, ഇത് ശരിയാവില്ലല്ലോ, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു കണ്ടന്റ് ഇദ്ദേഹം എന്തു വകയിലെടുത്ത് ഉപയോഗിക്കുന്നു. അതും ഒരുപാട് നേരം നിങ്ങൾ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ട്, അതുമാത്രം കാണിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരിക. അപ്പോൾ കോപ്പിറൈറ്റ് ക്ലെയിമും കോപ്പിറൈറ്റ് സ്ട്രൈക്കും ഒരു പരിധി വരെ ഞാനിത് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക. ഇഷ്ടപ്പെടുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമല്ല എന്നുള്ള വേറെ കാര്യം. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.